നമുക്ക് വീടുകളിൽ ടബിലൊക്കെ ഈസി ആയിട്ട് താമര വളർത്താൻ കണ്ടു. താമരയും ആമ്പലൊക്കെ ഇതിപ്പോൾ ഇതേ 3 മാസമായിട്ടുള്ള നമ്മുടെ കയ്യിലൊരു ട്യൂബർ കിട്ടിയിട്ട് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മളിത് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ കുറച്ച് ചേറ്, അതായത് പാടത്തെ കളിമണ്ണ്, പിന്നെ മണ്ണും ചാണകപ്പൊടിയും ഇതാണ് ചെയ്തത്. ഇത് നമ്മുടെ ഉള്ള ആമ്പലാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്നു കുറച്ച് കളിമണ്ണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് വാരി എടുത്തിട്ട് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ടബിലിടുകയാണ് ചെയ്ത്. പിന്നെ നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു കുറുകുറു പോലത്തെ ലെവലാക്കും മണ്ണും ഇതൊക്കെ. എന്നിട്ട് ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഇല വളരുന്നതിനനുസരിച്ചാണ് നമ്മളിതിൽ വെള്ളം ഒഴിക്കുക. പിന്നെ ഇത് പെട്ടെന്ന് പൂവിടാനൊക്കെ ആയിട്ട് നമ്മളൊരു ഇല ഒരു 5-6 വിരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി, ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുക്കുക, നമ്മുടെ കയ്യിലുള്ള വളം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടാഷ്യം നമ്മൾ ചെടിക്കൊക്കെ മേടിക്കാൻ എടുക്കില്ല. അപ്പോൾ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ അത് നന്നായി കണ്ട ഒരു ഇത്ര പൊട്ടാഷോ അല്ലെങ്കിൽ DAP ഏതാണ് നിങ്ങളുടെ കയ്യിൽ മറ്റ് ചെടികൾക്ക് വളം ഇടാനുള്ളത് വെച്ചാൽ അത് ഇടുക. അല്ലെങ്കിൽ ചാണകപ്പൊടി എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യുക, ഒന്നാല് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ കോട്ടൺ തുണി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കി വയ്ക്കും. ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കല്ലും എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് വെള്ളത്തിൽ ഇതിൻ്റെ കടക്കിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് വെള്ളത്തിലായ കാരണം കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഈ കടക്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് അലിഞ്ഞ് അതിൽ പിടിച്ചോളും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പൂ കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ വലിപ്പം നോക്കണ്ട, കാരണം നമ്മൾ വെച്ചിട്ടല്ലോ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് തന്നെയാണ് പൂക്കളുണ്ടാവുള്ളൂ, വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്ന തരത്തിലുള്ള താമരയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ നാടൻ താമരയുടെ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിങ്ങനെ വെള്ളത്തിൽ നന്നായി പൊന്തിയാൽ നിൽക്കുക. അപ്പോൾ നമുക്കിനി ഇത് പൂ വിരിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇത് നമ്മുടെ ഒരു മഞ്ഞ അമ്പലമാണ്. ഇതിന് നമ്മൾ എങ്ങനെ തന്നെയാണ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഒരിക്കൽ കൂടി കാണിക്കാം എങ്ങനെയാണ്. നമ്മളൊരു കോട്ടൺ തുണി എടുക്കുക, കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ 2 പേപ്പർ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നനഞ്ഞ് കുതിർന്ന് പോവും. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. എന്നിട്ട് ഞാൻ പൊട്ടാഷ്യാണ് ഇടുന്ന DAP ഏതാണ് നമ്മുടെ കയ്യിൽ വളമുള്ള വെച്ചാൽ ഒരു വലിയൊരു സ്പൂൺ ഇടുക. അപ്പോൾ ഒരു വലിയ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ലോക്കാക്കണ പോലെ ഇങ്ങനെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ മടക്കുക. ഉണ്ടോ, അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ആക്കണു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണു, ഒരു കല്ല് ഒപ്പം ഇങ്ങനെ ഞാൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഈ കല്ലിൻ്റെ അടിയിൽ തുണി പോയി. കല്ലിൻ്റെ അടിയിൽ തുണി പോയിട്ട് ഇതിങ്ങനെ ഇറക്കി ഉറപ്പിച്ച് വെച്ചാൽ പിന്നെ ഇതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ വളം ആവശ്യത്തിന് വലിച്ചെടുത്തോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറച്ച് പൂവുണ്ടായി കിട്ടും. അപ്പോൾ ഓക്കേ.